ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ പാർട്ട് 2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 ആയ റോബോ ദ റോബോട്ടിലെ ഇംഗ്ലീഷ് വർക്ക് ബുക്ക് ആക്ടിവിറ്റീസാണ്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് ഡു യു ഹാവ് എ ക്യാപ്പ്? നിങ്ങൾക്ക് ഒരു ക്യാപ്പ് ഉണ്ടോ? ആൻഡ് ഡ്രോ എ ക്യാപ്പ്, കളർ ദ ക്യാപ്പ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. അപ്പോൾ അത് കളർ ചെയ്യാനും അത് വരയ്ക്കാനും കളർ ചെയ്യാനും പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാനും കൂടിയാണ് ആദ്യത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ആ കളറിൻ്റെ പേരും കൂടി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ദിസ് ഈസ് മൈ ക്യാപ്പ്, ഇതെൻ്റെ ക്യാപ്പാണ്. ഇറ്റ് ഈസ് എ സ്മോൾ ക്യാപ്പ്, ഇറ്റ് ഈസ് എ കളർഫുൾ ക്യാപ്പ്. നമുക്ക് ഡിഫറെൻറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഇറ്റ്സ് എ കളർഫുൾ ക്യാപ്പ് എന്ന് എഴുതാം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കളറാണെങ്കിൽ ഇറ്റ്സ് എ ബ്ലൂ ക്യാപ്പ്, ഇറ്റ്സ് എ ബ്ലാക്ക് ക്യാപ്പ് ഒക്കെ എഴുതാം കേട്ടോ. മൈ ഫാദർ ഗേവ് മി ദ ക്യാപ്പ്, ഐ ലൈക്ക് ടു വിയർ ദ ക്യാപ്പ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള സെൻറ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി നമ്പർ 1 നോക്കിയത്. ദെൻ ആക്ടിവിറ്റി നമ്പർ 2 എന്താണ്? സിയാസ് ഫ്രണ്ട്സ് ആൻഡ് ബർത്ത്ഡേ കാർഡ്സ് ടു ഹെയർ. പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ്സ് ഫോർ സിയ, പേസ്റ്റ് ഇറ്റ് ബിലോ. അപ്പോൾ സിയയുടെ ഫ്രണ്ട്സ് സിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒട്ടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ തന്നെ ചെയ്യൂ. അപ്പോൾ ഞാനിതിൽ വരച്ചതാണ് കാണിച്ചത്. ഹാപ്പി ബർത്ത്ഡേ സിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈസിനെയും ബലൂൺസൊക്കെ വരച്ച് നിങ്ങൾക്ക് ഇതിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു കാർഡ് ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒട്ടിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. ആക്ടിവിറ്റി നമ്പർ 3, സിയ ഗോട്ട് മെനി ഗിഫ്റ്റ്സ് ഓൺ ഹെർ ബർത്ത്ഡേ. സിയയുടെ ബർത്ത്ഡേക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സിയാസ് അങ്കിൾ ഗേവ് ഹർ സ്പെഷ്യൽ ഗിഫ്റ്റ്. സിയയുടെ അങ്കിൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കൊടുത്തത്. അപ്പോൾ എന്താണ് ആ ഗിഫ്റ്റ് നോക്കാം. വാട്ട് വാസ് ദാറ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ് യൂസിങ് എ മിറർ. അപ്പോൾ നിങ്ങൾ ഈ മുകളിൽ തന്ന പിക്ചർ ഒരു മിററിൻ്റെ മുമ്പിൽ നമ്മൾ ഈ പേജ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കറക്റ്റായിട്ട് കാണാം. ഇതിപ്പോൾ റിവേഴ്സ് ആയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാം? റോബോട്ട് എന്ന് കാണാം. അപ്പോൾ എന്താണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്? സിയ അങ്കിൾ ഗേവ് ഹെർ എ റോബോട്ട്, ROBOT, റോബോട്ട് എന്നാണ് എഴുതി കൊടുക്കുക. ഇനി ആക്ടിവിറ്റി നമ്പർ 4 നോക്കാം. മേക്ക് എ റോബോട്ട് യൂസിങ് മാച്ച് ബോക്സസ്. അപ്പോൾ മാച്ച് ബോക്സസ് ഉപയോഗിച്ചിട്ട് ഒരു റോബോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 4 പിക്ചേഴ്സും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്തത് അടുത്ത ആക്ടിവിറ്റി 5 ഒട്ടിക്കാനുണ്ട്. നമുക്കത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതൊരു പ്രീവിയസ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. താഴെ ഞാൻ 2 വീൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ചെറിയ പഴയ കാറിൻ്റെയോ അങ്ങനെയൊക്കെ വെച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അടുത്ത എന്താണ്? റോബോട്ടിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രൈബ് ദ റോബോട്ട്. അപ്പോൾ റോബോട്ട് എന്താണ്? ദിസ് ഇസ് എ റോബോ ദ റോബോട്ട്. റോബോ എന്നാണ് വിളിക്കുക, പക്ഷെ അത് ഒരു റോബോട്ടാണ് അല്ലേ. ദിസ് ഈസ് റോബോ ദ റോബോട്ട്. സിയാസ് അങ്കിൾ പ്രസൻറ്റഡ് റോബോ ഓൺ ഹെർ ബർത്ത്ഡേ. അപ്പോൾ സിയയുടെ അങ്കിളാണ് സിയക്ക് ആ ബർത്ത്ഡേക്ക് ഗിഫ്റ്റാക്കി കൊടുത്തതാണ് അല്ലേ. റോബോ ഇസ് സിയാസ് ബെസ്റ്റ് ഫ്രണ്ട്. റോബോ സിയയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. റോബോ ഹാസ് 2 ലെഗ്സ്. എത്ര ലെഗ്സ് ഉണ്ട്? 2 കാലുകളുണ്ട്. റോബോ ഹാസ് 2 ഹാൻഡ്സ്. നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 2 കൈകളുണ്ട്. ദർ ഇസ് എ സ്ക്രീൻ ഓൺ ദ ചെസ്റ്റ് ഓഫ് ദ റോബോ അല്ലേ. റോബോയുടെ ചെസ്റ്റിൽ ഒരു സ്ക്രീൻ ഉണ്ട്. ദ റോബോ ക്യാൻ വാക്ക്. റോബോയ്ക്ക് നടക്കാൻ സാധിക്കും. ദ റോബോ ക്യാൻ ചേഞ്ച് ഇൻ ടു എനി ഷേപ്പ് അല്ലേ. ഏത് ഷേപ്പിലേക്ക് വേണ്ടി മാറാൻ പറ്റും. നമ്മൾ വീൽ ചെയർ ആയിട്ടും അമ്പർലയായിട്ടൊക്കെ മാറാൻ പറ്റുമെന്ന് വായിച്ചതല്ലേ. സിയ ലൈക്സ് ഹെർ റോബോ വെരി മച്ച്. സിയക്ക് റോബോനെ നല്ല ഇഷ്ടമാണെന്നും കൂടിയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതിയത്. നമുക്ക് ആക്ടിവിറ്റി നമ്പർ 7 നോക്കാം. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സിയ ആൻഡ് ഹെർ മദർ. അപ്പോൾ സിയയുടെയും മദറിൻ്റെ കോൺവെർസേഷനാണ്. മദർ എന്താ ചോദിക്കുന്നത്? സിയ വാട്ട് ആർ യു ഡൂയിങ് ദർ. നീ എന്താണ് അവിടെ ചെയ്യുന്നത് അല്ലേ. വാട്ട് ആർ യു ഡൂയിങ് ദർ. അപ്പോൾ സിയ എന്താണ് വിളിച്ചു പറയുന്നത്? ഐ ആം വിത്ത് റോബോ അമ്മ. ഞാൻ എൻ്റെ റോബോയുടെ കൂടെയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അടുത്ത എന്താണ്? ആക്ടിവിറ്റി നമ്പർ 8. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഒരു പിക്ചർ ഉണ്ട്, അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. സിയയും സിയയുടെ മദറും കൂടി എന്താ തിരയുന്നത്? കീ തിരയാണ് അല്ലേ. താക്കോൽ തിരയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആഡ് മോർ ലൈൻസ് വരുന്നത്. നമുക്ക് നോക്കാം. വേർ ഇസ് ദ കീ? ഇസ് ഇറ്റ് ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിലുണ്ടോ? അപ്പോൾ എന്താ അമ്മ പറയുക? നോ ഡിയർ നോട്ട് ഓൺ ദ ടേബിൾ. വേർ ഇസ് ദ കീ? ഇസ് ഇറ്റ് ഇൻ ദ ബോക്സ്. ബോക്സിൽ ഉണ്ടോ? ബോക്സിൽ എന്ന് പറയുമ്പോൾ ഇന്നാണ്. നോ ഡിയർ നോട്ട് ഇൻ ദ ബോക്സ്. പിന്നെ എന്താ ചോദിക്കുന്നത്? വേർ ഇസ് ദ കീ? ഇസ് ഇറ്റ് ഇൻ ദ
നമുക്ക് എന്ത് ചെയ്താൽ ഈസ് ഇറ്റ് ഇൻ ദ ഷെൽഫ്, ഷെൽഫിലുണ്ടോ. നോ ഡിയർ, നോ ഡിയർ നോട്ട് ഇൻ ദ ഷെൽഫ് എന്ന് എഴുതാം. അടുത്ത എന്താണ്, ഫൈൻഡ് ദ ഡിഫറൻസസ് ആണ്. അപ്പോൾ 2 പിക്ചർ തന്നിട്ടുണ്ട്, പിക്ചർ 1 ആൻഡ് പിക്ചർ 2. അപ്പോൾ എന്താ ഫസ്റ്റ് എന്താണ്, ദ കാർ ഇസ് റെഡ്. സെക്കൻഡ് പിക്ചറിലോ ദ കാർ ഇസ് യെല്ലോ. അടുത്ത എന്താണ്, ദ ക്ലൗഡ് ഇസ് സ്മോൾ. നെക്സ്റ്റ് എന്താണ്, ദ ക്ലൗഡ് ഈസ് ബിഗ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം. ദർ ആർ 5 ട്രീസ്, ദർ ആർ 4 ട്രീസ്. നോ സൺ ഇൻ ദ സ്കൈ, സൺ ഇൻ ദ സ്കൈ. ആൻഡ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ, നിങ്ങൾക്ക് 2 കാറുകൾ കാണാം. കാറിൻ്റെ മുകളിൽ സ്റ്റിക്കേഴ്സ് കാണുന്നില്ലേ, ബ്ലാക്ക് കളർ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ആദ്യത്തേൽ എന്താ ഉള്ളത്, 7 ബ്ലാക്ക് സ്റ്റിക്കേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 7 ബ്ലാക്ക് സ്ക്വയർ സ്റ്റിക്കേഴ്സ് ഓൺ ദ കാർ. മറ്റേതാണെങ്കിലോ 6 ബ്ലാക്ക് സ്ക്വയർ സ്റ്റിക്കേഴ്സ് ഓൺ ദ കാർ എന്നും കൂടി എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടയർ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വാന് കാണുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ വാനിൽ എന്താണ്, ആകെ 4 വീൽസ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദ വാൻ ഹാസ് 4 വീൽസ്. മറ്റേതാണെങ്കിലോ ദ വാൻ ഹാസ് ഓൺലി 3 വീൽസ്. അപ്പോൾ ഏതാണ് എളുപ്പം അത് എഴുതി കൊടുക്കാം. വീണ്ടും ഇവിടെ ഒരു അംബർലയാണ് തന്നിട്ടുള്ളത്. മേക്ക് ദ അംബർല ബ്യൂട്ടിഫുൾ. യു ക്യാൻ യൂസ് കളേഴ്സ്, പേപ്പർ സ്ട്രൈപ്സ്, ഗ്ലിറ്റർ പൗഡർ ഓൺ ത്രെഡ്സ്. എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒന്ന് കളർ ചെയ്യാം. അടുത്ത എന്താണ്, വാട്ട് ഈസ് സിയ സെയിങ്. എന്തായിരിക്കും സിയ പറയുക. സിയയുടെ ക്യാപ്പ് ഒരു കാക്കലെ കൊത്തി കൊണ്ടുപോവാണ് അല്ലേ, കാക്ക എടുത്ത് കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സി എന്തായിരിക്കും പറയുക. ഓ മൈ ക്യാപ്പ്, എൻ്റെ തൊപ്പി. റോബോ ഹെൽപ്പ് മീ പ്ലീസ്, റോബോ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് എഴുതാം. ആക്ടിവിറ്റി നമ്പർ 12, കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് ദ ക്ലൂസ് ഫ്രം ദ പിക്ചേഴ്സ്. അപ്പോൾ ഡാഷ് ടുക്ക് സിയാസ് ക്യാപ്പ് എവേ. ആരായിരുന്നു സിയുടെ ക്യാപ്പ് എടുത്തത്, എ ക്രൗ. രണ്ടാമത്തെ എന്താണ്, റോബോ ഫൗണ്ട് ദ ക്യാപ്പ് ഓൺ എ, ഏത് ട്രീയിലായിരുന്നു, മാംഗോ ട്രീ. സിയാസ് മദർ വാസ് ലുക്കിംഗ് ഫോർ ദ, സിയുടെ മദർ അമ്മ എന്താ തിരഞ്ഞത്, വാസ് ലുക്കിംഗ് ഫോർ ദ കീ അല്ലേ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, റോബോ ബിക്കേം ആൻ, റോബോ എന്തായി, ഒരു അംബ്രല്ലയായി അല്ലേ. ആ പിക്ചർ നോക്കിയിട്ടാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. മേക്ക് ദ സെൻറ്റൻസസ്. ഇവിടെ കുറച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കാൻ തന്നിട്ടുണ്ട്. സെൻറ്റൻസസ് ലോങ്ങർ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ വലിയ സെൻറ്റൻസ് ഉണ്ടാക്കണം. അപ്പോൾ എന്താ നമുക്ക് ഇവിടെ എഴുതാം, ദിസ് ഇസ് എ ക്രൗ, ദിസ് ഇസ് എ ബ്ലാക്ക് ക്രൗ, ദിസ് ഇസ് എ സ്മോൾ ബ്ലാക്ക് ക്രൗ. ഇനി എന്താണ്, അവിടെ ഒരു ട്രീ ആണ് തന്നത്. അപ്പോൾ ദിസ് ഇസ് എ ട്രീ, ദിസ് ഇസ് എ ഗ്രീൻ ട്രീ, ദിസ് ഇസ് എ ബിഗ് ഗ്രീൻ ട്രീ എന്ന് എഴുതാം. ഇനി അടുത്ത എന്താണ്, ഒരു വൈറ്റ് ക്യാറ്റ് ആണല്ലേ. ദിസ് ഇസ് എ ക്യാറ്റ്, സോറി ദിസ് ഈസ് എ എഴുതാൻ വിട്ടു വയ്ക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. ദിസ് ഇസ് എ ക്യാറ്റ്, ദിസ് ഇസ് എ സ്മോൾ ക്യാറ്റ്. പിന്നെന്താണ്, ദിസ് ഈസ് എ സ്മോൾ വൈറ്റ് ക്യാറ്റ് എന്ന് എഴുതി കൊടുക്കാം. അടുത്ത എന്താണ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഈ കോൺവെർസേഷൻ എന്താണ്, ലുക്ക് അപ്പ് വാട്ട് ഇസ് ദാറ്റ് സിയയും, സിയയുടെ റോബോയും കൂടി പറക്കുകയാണ്. അപ്പോൾ എന്താണ് ആ കുട്ടി ചോദിക്കുന്നത്, നോക്ക് എന്താണത്, ലുക്ക് അപ്പ് വാട്ട് ഇസ് ദാറ്റ്. അപ്പോൾ മറ്റേ കുട്ടി എന്താ പറയുന്നത്, ഓ ദാറ്റ് ഇസ് സിയ വിത്ത് ഹെർ റോബോ. അത് സിയാണ് അവളുടെ റോബോയുടെ കൂടെ. ദാറ്റ് ഇസ് സിയ വിത്ത് ഹെർ റോബോ. അടുത്ത എന്താണ്, റോബോ പുട്ട് ദ ബോട്ടിൽ ഇൻ ദ ഡസ്റ്റ്ബിൻ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്താം, ഡു നോട്ട് പുട്ട് വേസ്റ്റ് അറൗണ്ട്, വേസ്റ്റ് ഒന്നും വലിച്ചെറിയരുത്. അപ്പോൾ റോബോ എന്താ ചെയ്തത്, അത് ബോട്ടിൽ എടുത്തങ്ങാട്ടി ഡസ്റ്റ്ബിന്നിലിട്ടു. ഇനി അവിടെ വെള്ളം വെറുതെ പോവാണ് അല്ലേ. അപ്പോൾ റൈറ്റ് എ മെസ്സേജ് ബിലോ. അപ്പോൾ താഴെ ഒരു മെസ്സേജ് എഴുതണം. അപ്പോൾ എന്താ നമുക്ക് എഴുതാം, ഡു നോട്ട് വേസ്റ്റ് വാട്ടർ എന്ന് എഴുതാം. ഡു നോട്ട് വേസ്റ്റ് വാട്ടർ, വെള്ളം വേസ്റ്റ് ചെയ്യരുത്. അടുത്ത എന്താണ്, ആക്ടിവിറ്റി നമ്പർ 16, കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ദ ബോയ് വാക്ക്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ, എന്തിന് സഹായത്തോടെയാണ് ബോയ് നടക്കുന്നത്, വാക്കർ. നൗ ഹീ ഗോട്ട് എ ഡാഷ്, ഹീ ഈസ് ഹാപ്പി. നൗ ഹീ ഗോട്ട് എ റോബോ അല്ലേ, റോബോട്ട് വീൽ ചെയർ കിട്ടി. നൗ ഹീ ഗോട്ട് എ റോബോട്ട്, ഹീ ഈസ് ഹാപ്പി എന്ന് എഴുതാം. അടുത്ത എന്താണ്, ഒരു പാർക്കാണ്. ഡിസ്ക്രൈബ് ദ പാർക്ക്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം, ദിസ് ഇസ് എ പിക്ചർ ഓഫ് ദ പാർക്ക്, ദർ ഇസ് എ പോണ്ട് ഇൻ ദ പാർക്ക്, ദർ ഇസ് എ ജൈൻറ്റ് വീൽ ഇൻ ദ പാർക്ക്, എ ഡസ്റ്റ്ബിൻ ഇസ് പുട്ട് ഇൻ ദ പാർക്ക്, എ പിങ്ക് ബെഞ്ച് ആൻഡ് എ സീസോ ആർ ഓൾസോ ഇൻ ദ പാർക്ക്, there are no children in the park and I like the park, I like the picture of the park. ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം. അടുത്ത എന്താണ്, ആക്ടിവിറ്റി നമ്പർ 18. അപ്പം ഇവിടെ ഓൾറെഡി നമ്മൾ സ്റ്റിക്കേഴ്സ് എഴുതി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എഴുതിയത് കാണില്ല. അപ്പോൾ അവിടെ എഴുതിയതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് കിട്ടും, നിങ്ങൾ മിസ് തരും. അപ്പോൾ അതാണ് അവിടെ ഒട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അടുത്ത എന്താണ്, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പോൾ സിയ വീട്ടിൽ വന്നപ്പോൾ സിയയുടെ കൂടെ റോബോ ഇല്ല. അപ്പോൾ അമ്മ ചോദിക്കും, വേർ ഈസ് റോബോ, റോബോ എവിടെ. അപ്പോൾ സിയ എന്താ പറയുക, ഐ ഗേവ് ദ റോബോ ടു എ ബോയ്, ഞാനതൊരു ബോയ്ക്ക് കൊടുത്തു. അപ്പോൾ അമ്മ ചോദിക്കും, വൈ ഡിഡ് യു ഗീവ് ദ റോബോ ടു എ ബോയ്, നീ എന്തിനാണ് റോബോ ആ കുട്ടിക്ക് കൊടുത്തത് അല്ലെങ്കിൽ ആ ബോയ്ക്ക് കൊടുത്തത്. അപ്പോൾ സിയ എന്താ പറയുക, ബിക്കോസ് ഹി കനോട്ട് വാക്ക്, കാരണം അവന് നടക്കാൻ സാധിക്കില്ല.
അടുത്തത് നോക്കാം. ആഡ് ലൈൻസ് ടു ദ സോങ്. മൈ റോബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പോയമാണ്. അപ്പോൾ അതിന് നമുക്ക് ആഡ് ലൈൻസ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഐ ഹാവ് എ റോബോട്ട് ബിഗ് ആൻഡ് സ്മാർട്ട്, ഹിയർ ഇറ്റ് walks around with a happy song. I have a robot big and smart, here it walks around with a greeting call. I have a robot big and smart, here it walks around with a happy smile എന്ന് എഴുതി കൊടുക്കാം. ലാസ്റ്റ് ആക്ടിവിറ്റി നമ്പർ 21 ആണ്. അപ്പോൾ അതിൽ കുറച്ച് നമ്പേഴ്സ് വിട്ടുപോയിട്ടുണ്ട് അല്ലേ, ഡിജിറ്റ്സ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഡിജിറ്റ്സ് നമുക്ക് ഇവിടെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റിക്കേഴ്സ് കിട്ടും. ആ സ്റ്റിക്കേഴ്സ് നിന്നാണ് നമ്മൾ നമ്പേഴ്സ് ഓർഡറിലായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മൾ റോബോട്ട് എന്ന ചാപ്റ്ററിൻ്റെ വർക്ക് ബുക്ക് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക.